ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുധീഷിന്റെയും നിധിയുടെ സൂപ്പർ അപ്കമിംഗ് വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അല്പം താമസിച്ചു പോയി എങ്കിലും സുഭാഷിന്റെയും സുധീഷിന്റെയും നിധിയുടെയൊക്കെ ജീവിതത്തിൽ വലിയ വലിയ സംഭവങ്ങൾ നടക്കുകയാണ്. ചിലപ്പോൾ കണ്ണ് നനയിക്കുന്ന അനുഭവം വരെ നമ്മുടെ വരും ദിവസത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോവുകയാണ്. അങ്ങനെ ഈ സുഭാഷിന്റെ വീട്ടിൽ ഇപ്പോൾ നിലവിൽ അവിടുത്തെ പാചകം ചെയ്യുവാനും അവിടുത്തെ ജോലികളൊക്കെ ചെയ്യുവാനും നിധി തയ്യാറാകുകയാണ്. അപ്പോൾ ഒരു കുടുംബ ഒരു അംഗമായി മാറി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ നിധി അവിടുത്തെ ഒരു അംഗമായി മാറിയെങ്കിലും സുധീഷിന്റെ ഭാര്യയായിട്ട് മാറുന്നില്ല. എങ്കിൽ പോലും സുഭാഷ് തന്റെ ചേട്ടനും തന്റെ അതുപോലെ നികേഷും ഹരീഷൊക്കെ തന്റെ അനിയനായിട്ട് തന്നെ കാണുകയാണ്. അങ്ങനെ വീട്ടിലെ ജോലികൾ ചെയ്തു തുടങ്ങുമ്പോൾ അവിടെ ഗ്യാസ് തീർന്നു പോകുന്നു. അപ്പൊ ഗ്യാസ് തീർന്നു പോയി കഴിയുമ്പോഴത്തേക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു കുറ്റിയില്ല, അതല്ലെങ്കിൽ ഗ്യാസ് നിറയ്ക്കാൻ കുറ്റിയില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ നിലവിൽ ഒരു ഗ്യാസ് തീർന്നു പോയി കഴിഞ്ഞാൽ സുഭാഷ് പോയി അടുത്ത ഗ്യാസ് കുറ്റി എടുത്തോണ്ട് വരുന്നത് വരെ പാചകം ചെയ്യാത്ത ഒരു അനുഭവമാണല്ലോ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, മാറി. നിധിയും കൂടെ വന്നതുകൊണ്ട് നിധി പാചകം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഗ്യാസ് ഇല്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് നിധി വളരെ വിഷമത്തിലായി. പിന്നെ ഒടുവിൽ വെളിയിൽ അടുപ്പുണ്ടാക്കി ആഹാരം വെക്കുന്നതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അങ്ങനെ അതിനുശേഷം അതുപോലെ തന്നെ പ്രത്യേകിച്ച് പാത്രമില്ല, നല്ല ആഹാരം ഉണ്ടാക്കാൻ നല്ല പാത്രമില്ല, അങ്ങനെ നല്ല സാധനങ്ങളൊന്നുമില്ല. അപ്പം നിധി ഇത് പരാതിയൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഇവിടെ ഒരു സാധനവും ഇല്ല, ഇത് എന്താണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നികേഷുമായിട്ട് നിധി വെളിയിൽ പോവുകയാണ്, കടയിൽ പോകുന്നു. കടയിൽ പോയിട്ട് ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു ഇൻഡക്ഷൻ കുക്കർ മേടിച്ചുകൊണ്ട് വരിക കേട്ടോ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ. അപ്പം നിധിക്ക് അനുഭവം ഉണ്ടല്ലോ, ഗ്യാസ് തീർന്നു പോയതിനു ശേഷം വെളിയിൽ സുഭാഷ് അതുപോലെ താനും ഒക്കെ പോയി ആഹാരം ഉണ്ടാക്കിയതൊക്കെ ഒരു വലിയൊരു ഒരു സങ്കടകരമാകുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനൊരു മാറ്റം വേണം. അപ്പൊ ഇനി ഗ്യാസ് തീർന്നു പോയാലും ഇൻഡക്ഷൻ കുക്കറിൽ ആഹാരം ഉണ്ടാക്കാം എന്ന് ഓർത്ത് നിധി പോയി വെളിയിൽ പോയി നികേഷുമായിട്ട് പോയി ഒരു ഇൻഡക്ഷൻ കുക്കർ മേടിച്ചോണ്ട് വരിക. അപ്പൊ ഇൻഡക്ഷൻ കുക്കറിനെ കുറിച്ച് സുഭാഷിന് വലിയ പിടിപാടൊന്നുമില്ല. അപ്പൊ ഇതെന്താണ് മോളെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇത് പറയാണ്, സുഭാഷേട്ടാ കഴിഞ്ഞ ദിവസം ഗ്യാസ് തീർന്നു പോയപ്പോൾ തന്നെ ഇവിടെ പിന്നെ ആഹാരം ഉണ്ടാക്കാൻ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇനി ഗ്യാസ് തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കറണ്ടടുപ്പാണ്, ഇത് ഫ്ലക്കെ കുത്തി നമുക്ക് ആഹാരം പാകം ചെയ്യാന്ന് പറയാം. അപ്പം പറഞ്ഞു ഇതെങ്ങനെയാ മോളെ ചെയ്യുന്നത്, എനിക്കിത് അറിയത്തില്ല എന്ന് പറയാണ്. അപ്പം പെട്ടെന്ന് സുധീഷ് അവിടെ ഇല്ല, ആള് കളിച്ച് ഇതെല്ലാം അറിയാവുന്ന രീതിയിൽ പറഞ്ഞു, ഇതാണ് ചേട്ടാ കറണ്ട് കൊത്തുന്ന അടുപ്പ്. അപ്പം ഗ്യാസ് ഇല്ലെങ്കിൽ നമ്മൾ ഈ ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ആഹാരം ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറയാണ്. അപ്പൊ അങ്ങനെ വലിയ ആളായിട്ട് നിൽക്കുന്ന സമയത്ത് നിധി ചോദിക്കുകയാണ്, എന്നാ പിന്നെ സുധീഷിന് നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇത് ഒരെണ്ണം മേടിച്ചുകൂടാ എന്ന് ചോദിക്കുകയാണോ. അപ്പൊ പെട്ടെന്ന് സുധീഷ് ഒന്ന് ചമ്മിപ്പോയിട്ടോ. അപ്പൊ സുധീഷ് എന്നിട്ടും പെട്ടെന്ന് നുണകൾ പറയുവാനും അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുവാനും സുധീഷിന് പ്രത്യേക കഴിവുള്ളതുകൊണ്ട് നിധിയോട് പറയാം, ഇത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇതുപോലത്തെ ഒരു ഇൻഡക്ഷൻ കുക്കർ മേടിക്കണം, ഒരു അടുപ്പ് മേടിക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും നിധി അത് മേടിച്ചത് നന്നായി, അല്ലെങ്കിൽ ഞാൻ പോയി എന്നൊക്കെ പറയാം. അപ്പൊ ഇത് കേട്ടപ്പോൾ തന്നെ അനിയന്മാരായ നികേഷിനും ഹരീഷിനൊക്കെ മനസ്സിലായി ഇത് തള്ളാണ് എന്ന് മനസ്സിലായി. അപ്പൊ നിധിക്കും മനസ്സിലായി. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാതെ നിധി ഈ സാധനം പാചകം ചെയ്യാൻ വേണ്ടി സുഭാഷിനെ പഠിപ്പിക്കുവാനും മറ്റ് അനിയന്മാരെ പഠിപ്പിക്കുവാനും വേണ്ടി അടുക്കളയിലേക്ക് പോകുന്നു. ഈ സമയത്ത് ഈ സാധനം വെക്കുവാൻ വേണ്ടി കണക്ഷൻ ഫ്ലഗൊക്കെ കുത്തി ഓക്കെ ആക്കി കഴിഞ്ഞപ്പം ഈ ഇൻഡക്ഷൻ കുക്കറെ വെക്കുവാൻ പറ്റിയ പാത്രമില്ല. അപ്പൊ അയ്യോ ഈ പാത്രമില്ലല്ലോ എന്നിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്ക് അപ്പം സുഭാഷ് വെച്ച് നമ്മൾ ചെയ്യുന്ന പാകം ചെയ്യുന്ന പാത്രം വെക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുക. അപ്പം സുഭാഷ് ഏട്ടാ അത് പറ്റില്ല, ഇത് അലുമിനിയം പാത്രം പറ്റിയാൽ സ്റ്റീൽ പാത്രം തന്നെ വെക്കണം എന്ന് പറയാം. അപ്പൊ സ്റ്റീൽ പാത്രം ഒന്നുമില്ല. അങ്ങനെ ഒടുവിൽ നികേഷ് പറഞ്ഞു, ഇവിടെ ഒരു ചെറിയ സ്റ്റീൽ പാത്രമുണ്ട് എന്ന് പറഞ്ഞ് പാല് കാച്ചുന്ന ഒരു പാത്രം എടുത്തോണ്ട് വരിക. അന്നേരം പറഞ്ഞു, ഇത് സുഭാഷ് പറയും, ഇത് നമ്മൾ പാല് മേടിക്കുന്ന പാത്രമല്ലടാ, ഇത് വേണ്ട എന്ന് പറയാം. എന്നാ സാരമില്ല, നമുക്ക് നാളെ ഞാൻ വരുമ്പോൾ സ്റ്റീൽ പാത്രം മേടിച്ചോണ്ട് വരാം, ഇൻഡക്ഷൻ കുറെ കറണ്ടടുപ്പ് വെക്കാൻ പറ്റിയ പാത്രം പോരെ, അത് ഞാൻ മേടിച്ചോണ്ട് വന്നാളാ മോളെ എന്ന് പറയാണ്. അപ്പം നിധി പറയുന്നുണ്ട്, ഞാൻ സത്യം പറഞ്ഞാൽ അടുപ്പൊക്കെ ഇൻഡക്ഷൻ കുക്കറെ മേടിച്ച്, പക്ഷെങ്കിൽ ഇതിനുള്ള പാത്രം ഇവിടെ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതിയത് എന്നൊക്കെ പറയാം. അപ്പം നിധി മേടിച്ചോണ്ട് വരാൻ തയ്യാറായപ്പോഴാണ് സുഭാഷ് പറഞ്ഞത്, വേണ്ട മോളെ ഞാൻ മേടിച്ചോണ്ട് വന്നോളാം എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ സമയത്താണ് പെട്ടെന്ന് സുഭാഷിന്റെ മനസ്സിൽ ഒരു ഓർമ്മ വരിക. സുഭാഷ് അല്ല, ഇവിടെ ഒരു സാധനമായിട്ട് പോണ്ട്, ഇവിടെ തട്ടുംപുറത്ത് അച്ഛൻ പണ്ട് കുറച്ച് പാത്രങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് തട്ടുംപുറത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ചിലപ്പോൾ സ്റ്റീൽ പാത്രം കാണാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഓർമ്മയെന്ന് പറയാം.
അപ്പൊ എല്ലാവരും പറയും, ആ ശരിയാണല്ലോ സുഭാഷ് ഏട്ടാ, 3-4 ചാക്ക് സാധനം അവിടെ മണ്ടക്കേറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് എടുക്കാം എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും കൂടിപ്പോയി ആ തട്ടുംപുറത്തിരിക്കുന്ന ചാക്കും സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിൽ വെക്കുക. വെളിയിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് പാത്രം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പെട്ടികളും തുണികളൊക്കെ കണ്ട് അതെല്ലാം എടുത്ത് വെളിയിൽ കൊണ്ട് ഈ വെക്കുക. ഈ സാധനം കൊണ്ട് വെളിയിൽ കൊണ്ട് വെച്ചപ്പം തൻ്റെ അച്ഛൻ ആ ഭാസ്കരൻ ആ കട്ടിലെ ഇരിപ്പുണ്ട് കേട്ടോ. ഭാസ്കരന്റെ മുൻപിലേക്കാണ് ഈ സാധനം എല്ലാം കൊണ്ട് വെക്കുന്നത്. അപ്പം പെട്ടെന്ന് ഭാസ്കരൻ ഇത് എന്നാ ഇവരുമാര് കാണിക്കുന്നത്, പഴയ സാധനങ്ങളൊക്കെ എന്നാ എടുക്കുന്നത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെട്ടി കിട്ടി. അപ്പൊ പെട്ടി കണ്ടപ്പോഴത്തേക്ക് പെട്ടി പെട്ടെന്ന് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് പഴയ ഇവര് പണ്ട് കുഞ്ഞുകാലത്ത് ഇവര് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സുകളും അതുപോലെ കുടകളും ബാഗുകളൊക്കെ ഇവർ കണ്ടുപിടിക്കുക കേട്ടോ, കണ്ടെത്തുക. അങ്ങനെ പെട്ടെന്ന് ഇത് കണ്ടെത്തി ഇത് സുധീഷ് ചേട്ടൻ്റെ ആണ്, ഇത് ഹരീഷ് ചേട്ടൻ്റെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു ഓരോരുത്തരുടെയും പഴയ തുണികളും ഡ്രസ്സുകളും ബാഗുകളും ഒക്കെ കാണിച്ചു കൊടുക്കുക. അപ്പം സുഭാഷ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് ഇന്ന ആളുടെയാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് വളരെ കൗതുകത്തോടു കൂടി ആ പഴയ കാലത്തെ ഓർമ്മകൾ അയവിറക്കുന്ന ഒരു മനോഹരമാകുന്ന നിമിഷം നമുക്ക് കാണാം. ഇതിനിടയിലാണ് സംഭവം നടക്കുന്നത്. എല്ലാവരെയും ആ കുടുംബത്തെ കണ്ണീരിലേക്ക് ആഴ്ത്താൻ പോകുന്ന വലിയ സംഭവം നടക്കുന്നത് ഈ പെട്ടി തുറക്കുമ്പോഴാണോ. ആ പെട്ടി തുറന്നപ്പോൾ ഇങ്ങനെ തുറന്ന് ഓരോ പിന്നീട് കാണുന്ന ഓരോ ഫോട്ടോകളാണ്. അതായത് പഴയ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയും അതുപോലെ അവരോടൊപ്പം നിൽക്കുന്ന മക്കളുടെ ഫോട്ടോയും ഒക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് കാണുക. അപ്പൊ ഇതെല്ലാം കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിധിയെയും ഇത് കാണിച്ചു കൊടുക്കുക. അപ്പം കുഞ്ഞുകാലത്ത് സുധീഷും സുഭാഷും ഹരീഷും ഒക്കെ അമ്മയുടെയും അച്ഛൻ്റെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ കാണുന്നു. അങ്ങനെ ഓരോരോ ഫോട്ടോ നികേഷ് എടുത്തെടുത്ത് കാണിക്കുക. നികേഷാണ് ഈ പെട്ടി തുറന്ന് ഇതെല്ലാം എടുത്ത് കാണിക്കുന്നത്. അപ്പം ഈ ഫോട്ടോയ്ക്കകത്തെല്ലാം പെട്ടെന്ന് അതുപോലെ അച്ഛനും അമ്മയും നിൽക്കുന്ന ഫോട്ടോ പെട്ടെന്ന് നികേഷിന്റെ മനസ്സിലേക്ക് ഒരു ഓർമ്മ വരികയാണ്. ഇത്രയും ഫോട്ടോ എടുത്തിട്ടും താൻ അവരുടെ കൂടെ ഇന്ന് നിൽക്കുന്നില്ലല്ലോ എന്നൊരു തോന്നൽ. അതായത് അച്ഛൻ്റെയും അമ്മയുടെയും സുഭാഷേട്ടനെയും ഹരീഷേട്ടനെയും സുധീഷേട്ടൻ്റെ കൂടെ നിൽക്കുന്ന യാതൊരു ഫോട്ടോയും ഇല്ല. അപ്പൊ പെട്ടെന്ന് സുഭാഷിന് ഒരു വെപ്രാളം മുഖത്ത് കാണിക്കാൻ തുടങ്ങി കേട്ടോ. സുഭാഷ് ഇത് ഈ പെട്ടി തുറന്നത് എന്തിനാണ് എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു വെപ്രാളം തോന്നുന്ന ഒരു ഭാഗം നമുക്ക് കാണാം. അപ്പോൾ തന്നെ സുഭാഷ് പറയാണ് മതിയില്ല, അത് നമുക്ക് പാത്രം എടുക്കാമെന്ന് പറഞ്ഞ് ഈ പെട്ടി അടയ്ക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് നികേഷ് പറയാം, നിക്ക് കേട്ടാ, ഇതൊക്കെ കാണണ്ടേ, ഇത് പഴയ കാലത്ത് ഓർമ്മകൾ നമുക്ക് കാണാലോ, അതുപോലെ അച്ഛനെയൊക്കെ പഴയ കാലത്ത് കാണാലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വീണ്ടും നികേഷ് ഈ പെട്ടിയിലെ സാധനങ്ങൾ ഓരോന്നോരോന്ന് എടുക്കുമ്പോഴും തൻ്റെ ഫോട്ടോ മാത്രം ആരുടെയും കൂടെ നിൽക്കുന്നത് കാണുന്നില്ല. അങ്ങനെ നികേഷ് ചോദിക്കുകയാണ്, ചേട്ടാ എന്താ ചേട്ടാ ഞാൻ നിങ്ങളുടെ കൂടെ ആരുടെയും കൂടെ നിൽക്കാത്തത് എന്ന് ചോദിക്കുക. ഞാൻ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സുഭാഷേട്ടൻ്റെയും ഹരീഷേട്ടൻ്റെയും സുധീഷേട്ടൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ പോലും ഇല്ലല്ലോ, അതെന്താണ് എന്ന് ചോദിക്കുക. അപ്പൊ പെട്ടെന്ന് ഹരീഷിനും സുധീഷിനും സുഭാഷിനും പെട്ടെന്നൊരു ഞെട്ടലുണ്ടാവുക കേട്ടോ. ആ ചോദ്യത്തിന് മുൻപിൽ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അപ്പൊ പെട്ടെന്ന് സുധീഷ് പെട്ടെന്ന് ആ എടുത്ത് സംസാരിക്കാൻ കഴിവുള്ളതുകൊണ്ട് തന്നെ, പിടിച്ചു നിൽക്കാൻ കഴിവുള്ളതുകൊണ്ട് തന്നെ പറയാണ്, എടാ നികേഷ്, അത് വേറെ ഒന്നുമല്ല, നീ അന്ന് കുഞ്ഞായിരുന്നു, ഈ ഹരീഷ് പോലും കുഞ്ഞായിരുന്നു, ആ സമയത്ത് നീ അതിന്റെ തൊട്ടിൽ കിടക്കുകയായിരുന്നു, ആ സമയത്താണ് ഫോട്ടോ എടുത്തത് എന്ന് പറയാം. ഓ അങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് സാരമില്ല ഞാൻ നോക്കിയോളാം സാരമില്ല എന്ന് പറഞ്ഞ് പിന്നെയും ഫോട്ടോ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ പെട്ടി മാറ്റി വെക്കുവാൻ വേണ്ടി സുഭാഷ് ശ്രമിക്കുക. അന്നേരം നികേഷ് ഇത് സമ്മതിക്കുന്നില്ല. നികേഷ് ഇത് മൊത്തം കണ്ടിട്ടേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞ്, എന്തായാലും നമ്മൾ പെട്ടികളൊക്കെ തുറന്നതല്ലേ, മൊത്തം കണ്ടിട്ടേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പം സുഭാഷ് പറഞ്ഞു, നീ പെട്ടി തുറന്ന ഫോട്ടോ കാണാതെ നമുക്ക് ആ പാത്രം എടുത്ത് നിധിക്ക് കൊടുക്കാം, എൻ്റെ പാചകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു വെപ്രാളത്തോടു കൂടി ഒരു പെട്ടെന്ന് വെട്ടി വേർക്കുന്ന സുഭാഷിനെയാണ് നമ്മൾ കാണുന്നത്. അതിനോടൊപ്പം ഹരീഷിനെയും സുധീഷിനെയും ഒരു വെപ്രാളം ഉണ്ടാക്കുന്നതൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാം. എന്നാൽ നികേഷ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, നിധിയും ശ്രദ്ധിക്കുന്നില്ല. നികേഷ് എടുത്ത് കാണിക്കുന്ന ഫോട്ടോയും അതുപോലെ ഡ്രസ്സുകളൊക്കെ കണ്ട് ആസ്വദിച്ച് രസകരമാകുന്ന രീതിയിൽ കാണുകയാണ്. അതുപോലെ അച്ഛൻ അന്ന് ഹാൻസം ആയിരുന്നു, അല്ലെങ്കിൽ അച്ഛൻ ടിപ് ടോപ്പ് ആയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒടുവിൽ നികേഷ് പറയാണ്, ഇല്ല ചേട്ടാ, എൻ്റെ ഫോട്ടോ ഒന്നിലും ഇതിനകത്ത് കാണുന്നില്ല, ഞാൻ ഇതിനകത്ത് ഇല്ലല്ലോ, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച ഒരു ചെറിയൊരു ഇത്രയും നേരം ഒരു രസകരമായ രീതിയിൽ ചോദിച്ചെങ്കിലും ഒടുവിൽ നികേഷിന്റെ ഫോട്ടോ കാണാതെ വന്നപ്പോൾ നികേഷ് ഒരു പരിഭവം അല്ലെങ്കിൽ ഒരു സങ്കടം പറയുന്ന ഒരു ഭാഗം കണ്ടു. അപ്പോൾ പെട്ടെന്ന് നികേഷിനെ പിന്മാറ്റുവാൻ അവിടുന്ന് ആ ഫോട്ടോ കാണുകയും അല്ലെങ്കിൽ ആ പെട്ടി തുറക്കുന്നതൊക്കെ പിന്മാറ്റുവാൻ ശ്രമിക്കുന്നെങ്കിൽ നികേഷ് സമ്മതിക്കാതെ വരികയും അങ്ങനെ
പെട്ടെന്ന് സുഭാഷ് മതി മതി എന്ന് പറഞ്ഞ ആ പെട്ടി അടയ്ക്കുന്ന സമയം നിക്കേട്ടാ എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്റെ കണ്ണിൽ നികേഷിന്റെ കണ്ണിൽ ഒരു ഫോട്ടോ കൊടുക്കുക കേട്ടോ. അങ്ങനെ കണ്ട പെട്ടെന്ന് ഒരു ഫോട്ടോ, ഫ്രെയിം ചെയ്യാത്തൊരു ഫോട്ടോ അതിൻ്റെ അകത്തിരിക്കുന്നു. ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ കൂടെ ഒരു കുട്ടിയും നിൽക്കുന്ന ഒരു ഫോട്ടോ കാണാൻ, എടുത്തു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ കാണുക. പെട്ടെന്ന് നികേഷ് ഇത് എടുക്കാൻ നോക്കിയപ്പോൾ സുഭാഷ് അത് തടഞ്ഞെങ്കിലും നികേഷ് അത് കണ്ടുപിടിക്കുകയും ഇതാരാണ് ഏട്ടാ എന്ന് പറയാൻ, ഇത് ഞാനാണോ എന്ന് ചോദിക്കും പറയും. പെട്ടെന്ന് വെപ്രാളത്തോടു കൂടി ഈ ആണെന്നോ അല്ലെന്നോ പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ സുഭാഷ് നിൽക്കുന്നു. ഈ സമയത്ത് ഇത് ഞാനല്ലേ ഏട്ടാ എന്ന് ചോദിച്ച് നികേഷ് തന്നെ അത് ഉറപ്പിക്കുകയും ഇത് ആരുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്, ഇത് ആരാണ്, നമ്മുടെ അമ്മയും അല്ലെങ്കിൽ അച്ഛനൊന്നും അല്ലല്ലോ, ഇത് ആരാണ് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മുൻപിൽ എല്ലാവരും അന്താളിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് സുധീഷ് പറ അട ഇത് ആരാന്നറിയാവോ, ഇത് ചിറ്റയാടാ എന്ന് പറയാണ്. നമ്മുടെ അമ്മയുടെ അനിയത്തിയ ആ ഒരു ചിറ്റയുണ്ട്, ആ ചിറ്റ നിന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണെന്ന് പറയാണ്. അപ്പൊ പെട്ടെന്ന് ചോദിക്കി, എനിക്കറിയത്തില്ലാത്തൊരു ചിറ്റയെക്കുറിച്ച് ഇതുവരെ അങ്ങനെ ഒരു കാര്യം, അങ്ങനത്തെ ഒരു ചിറ്റയുണ്ടെന്നോ അങ്ങനെ ഒരു ബന്ധുക്കാരുണ്ടെന്നോ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് നികേഷ് പറയുമ്പോൾ പെട്ടെന്ന് സുധീഷ് പറയാണ്, എടാ അവരുമായിട്ട് നമ്മൾ ടച്ചൊന്നുമില്ല, അവർ ഇച്ചിരി പിണങ്ങി നിൽക്കുക, അതുകൊണ്ടാണ് നിന്നോട് പറയാതെ, നിന്നോട് എന്തിനാ ആവശ്യമില്ലാത്ത കേസ് പറയുന്നത് എന്ന് ഓർത്ത് പറഞ്ഞതാണ് എന്ന് പറയാം. അപ്പൊ പെട്ടെന്ന് നികേഷ് ഈ ഫോട്ടോ എടുത്ത് സെർച്ച് നല്ലപോലെ നോക്കിക്കഴിഞ്ഞിട്ട് മറ്റു ഫോട്ടോയും അല്ലെങ്കിൽ തങ്ങളുടെ അമ്മയും സുധീഷും സുഭാഷും ഹരീഷൊക്കെ നിൽക്കുന്ന ഫോട്ടോയും തന്റെ കയ്യിൽ കിട്ടിയ ഈ ചിറ്റ എന്ന് പറയുന്ന സ്ത്രീയുടെ ഫോട്ടോയും തമ്മിൽ വെച്ചു നോക്കുമ്പോൾ ഒരു വ്യത്യാസം കാണുകയാണ്. കാരണം ആ സ്ത്രീയും അല്ലെങ്കിൽ തന്റെ അമ്മയും അതുപോലെ ഈ കാണുന്ന സ്ത്രീയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്ന് നികേഷ് മനസ്സിലാക്കുകയും പെട്ടെന്ന് ഇത് നിധി നോക്കിയിട്ട് പറയുന്നത്, ശരിയാണല്ലോ, ഇതുവരെ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല, ഇതെന്തോ നോർത്ത് ഇന്ത്യൻ സ്ത്രീയെ പോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നത് സകലരുടെയും സുഭാഷിന്റെയും ഹരീഷിന്റെയും അതുപോലെ സുധീഷിന്റെ ഒക്കെ ഒരു പാതി ജീവൻ പോകുന്ന ഒരു അനുഭവമൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നികേഷ് ഇത് കണ്ടുപിടിക്കുകയും നികേഷ് പറയാം, ശരിയാണ് ഏട്ടത്തി, ഇത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുണ്ടല്ലോ, ഇത് നമ്മുടെ അമ്മയുമായിട്ട് യാതൊരു ഷേപ്പും ഇല്ല, എന്തിനാണ് എന്നെ പിടിച്ചുകൊണ്ട് ഈ സ്ത്രീ നിൽക്കുന്നത്, ഇവരാരാണ് എന്ന് ചോദിക്കുക. ഈ സമയത്ത് പെട്ടെന്ന് ഭാസ്കരൻ അകത്തേക്ക് വരുമ്പോൾ ഈ ഫോട്ടോയും ഇതൊക്കെ എടുത്തോണ്ട് നിൽക്കുന്ന ഇവരെ കണ്ടപ്പോഴത്തേക്ക് ഇതെന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുക. ഈ പഴയ കാലത്തെ സാധനങ്ങളൊക്കെ എന്തിനാ എടുക്കുന്നത് ചോദിക്കുമ്പോൾ നിധി പറയാണ്, അച്ഛാ ഇത് പഴയ ഇവരുടെ ഫോട്ടോയൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറയാം. കാണട്ടെ, പഴയ ഞങ്ങളുടെ ഫോട്ടോ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഭാസ്കറിന് ഈ ഫോട്ടോ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇത് കൊള്ളാലോ, ഇത് പഴയ ഇമാരെ ഇങ്ങനെയൊക്കെ ഇരുന്നതെന്നൊക്കെ പറഞ്ഞ് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഫോട്ടോയുടെ കൂടെ ഈ സ്ത്രീയുടെയും ഈ നികേഷിന്റെ ഫോട്ടോ ഉൾപ്പെട്ടിരുന്നു. അത് പെട്ടെന്ന് സുഭാഷ് പിടിച്ചു മേടിക്കുന്ന അച്ഛന്റെ കാര്യം നോക്കിയപ്പോ ഇത് എടുത്തു വെക്കട്ടെ, ഞങ്ങൾക്ക് വേറെ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു മേടിക്കുമ്പോൾ ഇങ്ങതാടാ ഞാൻ നല്ലപോലെ കാണട്ടെ എന്ന് പറഞ്ഞ് ഭാസ്കരൻ ആ ഫോട്ടോയ്ക്ക് വേണ്ടി പിടിവലി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്റെ കയ്യിലിരിക്കുന്ന ആ ഫോട്ടോ, ആ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ആ സ്ത്രീയുടെയും ഈ കുഞ്ഞുകുട്ടിയുടെയും ഫോട്ടോ നിലത്തേക്ക് വീഴുകയും പെട്ടെന്ന് ഇത് ഭാസ്കരൻ കാണുകയും അത് കണ്ട് ഞെട്ടി നിൽക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമൊക്കെ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അങ്ങനെ സ്തംഭിച്ചുപോയ ഭാസ്കരന്റെ മുൻപിൽ ഇതാരാണ് എന്ന് പറയുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തുന്ന ഒരു മനോഹരമാകുന്ന ഭാഗമുണ്ട്. വരും ദിവസമാണ് ഇതിന്റെ പ്രൊമോ വിശേഷം നമ്മൾ പറയുന്നുള്ളൂ. നമ്മൾ ഇച്ചിരി വേഗത്തിലാണ് അപ്കമിങ് വിശേഷങ്ങൾ പറയുന്നത്. എന്തായാലും നികേഷിന്റെ ജീവിതത്തിൽ വലിയ തിരിച്ചടികളും അല്ലെങ്കിൽ ഇതുവരെയും കളിച്ചിരിയുമായി നടന്ന തന്റെ ചേട്ടന്മാരെ ഒപ്പം കുഞ്ചിയും കുഴഞ്ഞും വഴക്കുണ്ടാക്കിയും ഒക്കെ നടന്ന നികേഷിന്റെ ജീവിതം മാറി മറിയുന്ന ഒരു ഭാഗമായിരിക്കും വരും ദിവസത്തെ ഈ പെട്ടി തുറന്നിട്ടുള്ള ആ ഫോട്ടോ കണ്ടുള്ള സംഭവം. വരും ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.